എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തി. എല്ലാ കൂട്ടുകാരും ഉറക്കമായി കാണും. ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് എന്നത്തെയും പോലെ വീഡിയോ ഇടുകയാണ് കൂട്ടുകാരെ. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും നല്ലതുപോലെ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടും. അങ്ങനെ കുറേ നാൾ ജോലിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ചില ഐഡിയകൾ ഉണ്ടാകും. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നത് പോലെ അവരുടെ മനസ്സിനകത്ത് പലതരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ വരും. എനിക്ക് ഈ ജോലിയൊന്നും പോരാ, എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്ത് മുന്നേറി മുന്നോട്ട് പോകാമെന്നൊക്കെയുള്ളൊരു ചിന്ത ഇവരുടെ മനസ്സിൽ വരുമ്പം ഇവർ പുതിയതായിട്ട് ഓരോ ബിസിനസ്സൊക്കെ അങ്ങ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് കുറേ ആൾക്കാർക്കെല്ലാം ജോലിയും എല്ലാം കിട്ടും. ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, നമ്മളെല്ലാ ആളുകളുമായിട്ട് നല്ല ഒരു മിങ്കിളിങ് വേണം. എല്ലാവരുടെ അടുത്തും നല്ല ഒരു കോണ്ടാക്റ്റ് വേണം. അന്നേരം നമുക്ക് നമ്മുടെ ബിസിനസ് വിജയിക്കും. അവർ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും വീണ്ടും വീണ്ടും എത്തും. നല്ല നമ്മളോടുള്ള അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും കസ്റ്റമേഴ്സൊക്കെ വരികയും പോവുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി എന്താ ചേച്ചി എന്താ അണ്ണാന്നൊക്കെ പറഞ്ഞ് ഒരു പരുവത്തിലങ്ങ് ആക്കിയെടുക്കണം. പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. അതിൽ ഇപ്പം നല്ലതുപോലെ വിജയിച്ച് കാണുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ തുണിക്കടയും അല്ലെങ്കിൽ ഈ തയ്യൽക്കട, അതിൻ്റെ കൂടെ തന്നെ ഒരു ബോട്ടിക്ക് പോലെ ഒരെണ്ണം അങ്ങ് തുടങ്ങും. അപ്പം ഇത് വൻ വിജയമായിരിക്കും. നല്ല സെയിലും കാണും. നല്ല ലാഭം ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ്സാണ് ഈ തയ്യൽക്കട വിത്ത് ഈ തുണിക്കട എന്ന് പറയുന്നത്. അവിടെ തയ്ക്കാൻ വരുന്നവരെ ചാക്കിട്ട് ഓരോന്നങ്ങ് വിൽപ്പനയും നടത്താം. രണ്ട് ബിസിനസ്സും കൂടെ ഒരുമിച്ചങ്ങ് കൊണ്ടുപോകാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഏറ്റവും ഇപ്പോൾ സർവ്വസാധാരണമാണ്, എല്ലായിടത്തും കാണുന്നു, തട്ടുകട ബിസിനസ്. തട്ടുകടയെന്ന് പറയുമ്പോൾ അത്ര ചെറുതായിട്ടൊന്നും കാണണ്ട, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ ആൾക്കാരെല്ലാം കുറച്ച് ബോധവാന്മാരാണ്. ഫുഡൊക്കെ നല്ല ചൂടോടെ നല്ല രുചിയിൽ കിട്ടുന്നത് ഈ തട്ടുകടയിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. രുചികരമായിട്ടുള്ള ഫുഡുകൾ ഇങ്ങനെ തത്സമയം തന്നെ ചെയ്ത് കിട്ടുമ്പോൾ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അതുകൊണ്ട് തട്ടുകട എല്ലാവരെയും ആകർഷിക്കുന്നു. അതുകൊണ്ട് ഈ ബിസിനസ് തുടങ്ങുന്നതിനും പലർക്കും താല്പര്യമാണ്. അങ്ങനെ വൻ വിജയം കൊയ്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പുതിയ പുതിയ ഫ്രഷേഴ്സ് ഇങ്ങനെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു. അവർ അങ്ങനെ ഓരോ ബിസിനസ്സുകൾ ഒരെണ്ണം ചെയ്യുമ്പം വിചാരിക്കും ഇനി ചില ആളുകൾക്ക് താല്പര്യം കൃഷിയിലൊക്കെ ആയിരിക്കും. അവർ ചില ഫാമുകളൊക്കെ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, ഈ ഓരോ പൊടി ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, ഗോതമ്പ് പൊടി, അരിപ്പൊടി, പിന്നെ മില്ലറ്റ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഓരോ പൊടി ഐറ്റംസ് എല്ലാം മില്ലിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് പൊടിപ്പിച്ച് പാക്കറ്റിലാക്കി ഇങ്ങനെ സെയിൽ ചെയ്യും. അതൊരു ബിസിനസ്. പിന്നെ മാത്രമല്ല, ഫാമുകളൊക്കെ ഓപ്പൺ ചെയ്യും. ഈ ഫാമുകൾ നല്ല ലാഭകരമായിട്ടുള്ളതാണ്. അതിനെ നല്ല രീതിയിൽ നോക്കിക്കണ്ട് നടത്തണം. കടമായിട്ടൊന്നും വരരുത്. എല്ലാം നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഇതെല്ലാം വൻ ലാഭമായിരിക്കും. തട്ടുകടയും അതുപോലെയാണ്. നമ്മൾ ഒന്നോ രണ്ടോ ആളുകൾ അതിനായിട്ട് മെനക്കെട്ട് ഇരുന്ന് അത് സെയിൽ ചെയ്യുകയും ഇങ്ങനെ ശ്രദ്ധയോടുകൂടി അവർക്ക് വേണ്ടുന്നതെല്ലാം അണിനിരത്തി കൊടുക്കുകയാണെങ്കിൽ വൻ വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റും. അങ്ങനെ ചില നല്ല ചുറുചുറുക്കുള്ള ആൺപിള്ളേരെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ബിസിനസ് രംഗത്തേക്ക് തിരിയുന്നു. ചിലർ കൃഷിയിലായിരിക്കും. അവർ കൃഷിയിൽ അങ്ങ് വൻ ലാഭം കൊയ്ത് അവർ വലിയ സെറ്റപ്പിലങ്ങ് ആവും. അവർ അത്രയ്ക്ക് കഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഒരു മൈൻഡ് വേണം. നമ്മളെപ്പോഴും ഈ അലസരായിട്ടിരിക്കാതെ ഒരു വർക്ക് ഹോളിക്ക് ആകുന്നതാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ എപ്പോഴും അതിലൊക്കെ അങ്ങ് ഓരോ കാര്യങ്ങളിൽ അങ്ങ് എൻഗേജ്ഡ് ആവും. അവിടെ ഒരു ബിസിനസ് നടക്കുമ്പോൾ അടുത്തിടത്തേക്ക് വിളി വരും. അപ്പോൾ നമ്മൾ ഓടി നടന്ന് അങ്ങോട്ട് പോവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് യാത്രകളും അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് അങ്ങനെ അങ്ങ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മളങ്ങ് ഉയരങ്ങളിലെത്തും, ഉറപ്പാണ്. കാരണം അലസരായിട്ട് മടിയരായിട്ട് ഇരുന്നാൽ അങ്ങനെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ.
പുതിയ ബിസിനസ് രംഗത്തേക്ക് വരുന്നത് തന്നെയാണ് കൂട്ടുകാരെ നല്ലത്. എല്ലാവരും അങ്ങനെ വരണം. ജോലി ഉണ്ടായാലും നമ്മൾ സൈഡിൽ കൂടെ എന്തെങ്കിലും ഒരു ബിസിനസ്സും കൂടെ ഓപ്പൺ ചെയ്യണം. അതങ്ങ് ക്ലച്ച് പിടിച്ചാൽ നമ്മൾ വേറൊരു ലെവലായി മാറും. അങ്ങനെ ബുദ്ധിയുള്ള കൂട്ടുകാരെല്ലാവരും അങ്ങനെ പല സംരംഭങ്ങൾ ഓപ്പൺ ചെയ്യുന്നു. തട്ടുകടയെന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അതിൽ ദോശ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, പിന്നെ പൊരിപ്പ് ഐറ്റംസ്, പിന്നെ ഈ ചായകളുണ്ട്. ചില ആളുകൾ വെറൈറ്റി ഒക്കെ സ്പൈസസ് ഒക്കെ ഇട്ട് പലതരത്തിലുള്ള ചായകൾ ഉണ്ടാക്കും. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. അത് നല്ല വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇതിൽ ഇങ്ങനെ അടുത്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടങ്ങ് ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ നല്ല കൂടുതൽ ഓർഡറുകളെല്ലാം കിട്ടും. അത് നമ്മളെ മിടുക്ക് പോലെ ഇരിക്കും. നമ്മൾ ആളുകളെ എല്ലാം കയ്യിലെടുക്കണം, വശത്താക്കണം. അപ്പോൾ നമുക്ക് ഇന്നിടത്ത് നല്ല ഒരു ഇതുണ്ട്, നമുക്ക് അവിടുന്ന് ചെയ്യിച്ചെടുക്കാമെന്ന് പറയുമ്പം നമ്മളെ ബിസിനസ് അങ്ങ് പൊടി പൊടിക്കും. നമ്മളങ്ങ് ഉയരങ്ങളിലെത്തും. അങ്ങനെ ബിസിനസ് ഒരു തന്ത്രമാണ്. ബിസിനസ് തന്ത്രം ഉണ്ടെങ്കിലേ അതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുള്ളൂ. അത് നല്ല സംസാരിക്കാനുള്ളൊരു കഴിവും നല്ല മിടുക്കും പിന്നെ നല്ല കഷ്ടപ്പെടാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ കൂട്ടുകാരെ. ഞാനിത് പറയാൻ കാരണം ചില കൂട്ടുകാർ, നല്ല ഉയർന്ന ജോലിയെല്ലാം ഉള്ള കൂട്ടുകാർ ചിലരെല്ലാം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു എന്ന് ഞാൻ പത്രത്തിലും എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ചാനലുകളും എല്ലാം ഇങ്ങനെ കണ്ട് വരുമ്പോൾ ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്നിത് പറയാൻ കാരണം. അതിന് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ഐഡിയകളെല്ലാം കൂടെ ഒരുമിച്ച് ചേരും. ചിലപ്പോൾ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അതിന് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടും എല്ലാം ഇങ്ങനെ ബിസിനസ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ഐഡിയാസ് എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോഴേക്കും ഇതൊരു വൻ വിജയമായിരിക്കും. ഒരിടത്ത് തുടങ്ങി അതങ്ങ് വിജയിക്കുമ്പോൾ പിന്നെ അടുത്തിടത്ത് തുടങ്ങും. സ്വർണ്ണക്കടയും തുണിക്കടയും ഒക്കെ ഓരോ ഇടത്ത് ഓപ്പൺ ചെയ്തങ്ങ് ബിസിനസ് പൊടി പിടിക്കുന്ന കണക്ക് ഇതും അങ്ങ് ഉയർന്ന് വരും. അപ്പോൾ എല്ലാ കൂട്ടുകാരും വെറുതെ അടങ്ങി ഒതുങ്ങി ഇരിക്കരുത്. എല്ലാവരും എപ്പോഴും ചെയ്യുക. എന്തെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും ചെയ്ത് നമ്മൾ അങ്ങ് ഉയരാനായിട്ട് നോക്കുക. മടി പിടിച്ചിരുന്നാലൊന്നും ആകത്തില്ല. ഇതെല്ലാം ഞാൻ ഇതൊക്കെ വായിക്കുകയെല്ലാം കണ്ടുകൊണ്ട് ഇത് പറയുന്നു. ചില ആളുകൾ ഇതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ പറയുന്നതാണ് എൻ്റെ സന്തോഷം കൊണ്ട്. കാരണം നല്ല ആക്റ്റീവായിട്ട് നല്ല ഒരു മൈൻഡ്, അത് ഒരു ചെയ്യാനുള്ള മൈൻഡ്. ചില ആൾക്കാരെല്ലാവരും അലസരായിട്ടും മടിയന്മാരായിട്ടും കറങ്ങി നടന്ന് വഷളായി പോകുന്ന എത്ര പിള്ളേരുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ ജോലിയുള്ള കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവരെ ആദരിക്കണം. അവർ നല്ല ഉയരങ്ങളിലെത്തുക. അങ്ങനെ നല്ല കഷ്ടപ്പെടാനുള്ള ഒരു മൈൻഡ് എല്ലാ കൂട്ടുകാർക്കും വേണം എന്ന് വേറെ ഒരു വിശേഷവും ഇല്ല. ഞാനിങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ ഇങ്ങനെ ഇന്നും ജോലിക്കൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നു. ഇവിടുത്തെ കുറേ ജോലികളും എല്ലാം ചെയ്ത് ഇതിങ്ങനെ തുടരുന്നു. ഓരോ ദിവസവും ഇങ്ങനെ യാത്രയാവും, നേരം വെളുക്കും, ഓരോ ജോലികളും കാര്യങ്ങളും ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. പിന്നെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത്ര പല തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, എന്നാലും അതെല്ലാം അവഗണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. എല്ലാവരും വീഡിയോസ് കാണണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ വേറെ എന്തായാലും മഴ ഇന്ന് ഇത്തിരി കുറവുണ്ട്, അതുകൊണ്ടൊരു സമാധാനം. പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. നാളെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. വീണ്ടും പറയുന്നു, എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു കൂട്ടുകാരെ.
എല്ലാവരും ഉറങ്ങൂ, ഞാനും ഉറങ്ങാൻ പോവുകയാണ്. ഗുഡ് നൈറ്റ്.